അമിത രക്തസ്രാവം എന്നുള്ള പ്രശ്നം ഏത് ഏജ് ഗ്രൂപ്പിലും വരാം. ക്യാൻസർ പോലുള്ള കൂടുതൽ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളുടെ ലക്ഷണങ്ങളുമായി അമിത രക്തസ്രാവം ഉണ്ടാവാം. മെനോപോസിനോട് അടുത്ത് നിൽക്കുന്ന സ്ത്രീകൾക്ക് ചിലപ്പോൾ അമിത രക്തസ്രാവം ഉണ്ടാവുമ്പോൾ അവർക്ക് ക്യാൻസർ ആവാവുന്ന ചേഞ്ചസോ യൂട്രസിൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. യൂട്രസിന് വെളിയിലേക്ക് വളരുന്നൊരു ഫൈബ്രോയിഡ് ആണെങ്കിൽ അത് വളരെ വലുതാണെങ്കിൽ പോലും അതിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. യൂട്രസിൻ്റെ അകത്തേക്ക് വളരുന്ന ഫൈബ്രോയിഡ്സ് ആണ് സാധാരണ ബ്ലീഡിങ് ഉണ്ടാക്കാറ്. അത് വളരെ ചെറുതാണെങ്കിൽ പോലും നമുക്ക് സർജറി ചെയ്ത് റിമൂവ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ നീന അനന്തൻ, കൺസൾട്ടൻറ്റ് ലാപ്രോസ്കോപ്പിക് സർജൻ, കിൻഡർ വിമൻസ് ഹോസ്പിറ്റൽ, ചേർത്തല. പലപ്പോഴും സ്ത്രീകൾക്ക് ഗർഭപാത്രം നീക്കം ചെയ്യേണ്ട ഒരു ശസ്ത്രക്രിയ ചിലപ്പോൾ ആവശ്യം വരാറുണ്ട്. ഈ ശസ്ത്രക്രിയയാണ് ഹിസ്റ്ററക്ടമി എന്ന് പറയുന്നത്. ഒരു മധ്യവയസ്ക കഴിഞ്ഞാൽ ചിലപ്പോൾ അമിത രക്തസ്രാവം ഒരു പ്രശ്നമായി അവർക്ക് മാറാറുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ആദ്യം തന്നെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഫലപ്രദമാവാതെ വരുമ്പോൾ ചിലപ്പോൾ ഓപ്പറേഷനിലേക്ക് ചിലപ്പോൾ നമുക്ക് പോകേണ്ടി വരാം. അതുകൂടാതെ ഗർഭപാത്രത്തിലുണ്ടാകുന്ന മുഴകൾ, ഫൈബ്രോയിഡ്സ് എന്ന് പറയും. യൂട്രസിൻ്റെ ഭിത്തിയിൽ നിന്നുണ്ടാകുന്ന മുഴകളെയാണ് ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്നത്. അത് ഒരു സ്കാനിങ്ങോ എന്തെങ്കിലും ചെയ്താൽ ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഫൈബ്രോയിഡ്സ് കാണാറുണ്ട്. പക്ഷേ എല്ലാ ഫൈബ്രോയിഡ്സും റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫൈബ്രോയിഡ്സ് സിംറ്റമാറ്റിക് ആണെങ്കിൽ, അതുകൊണ്ട് രക്തസ്രാവം കൂടുതലുണ്ടാവുന്നുണ്ടെങ്കിൽ അത് മെഡിസിൻ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ഫലപ്രദമാവുന്നില്ല. അതുകൊണ്ട് തന്നെ അനീമിയ, വിളർച്ച എന്നിവ ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്ന അവസ്ഥയിൽ ഓപ്പറേഷൻ ചിലപ്പോൾ നിശ്ചയിക്കാറുണ്ട്. 3, ചിലപ്പോൾ മെനോപോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമം അല്ലെങ്കിൽ മെനോപോസിനോട് അടുത്ത് നിൽക്കുന്ന സ്ത്രീകൾക്ക് ചിലപ്പോൾ അമിത രക്തസ്രാവം ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ ഗൗരവമായി നമ്മൾ എടുക്കും. കാരണം എന്തെന്നാൽ അവർക്ക് ക്യാൻസർ ആവാവുന്ന ചേഞ്ചസോ യൂട്രസിൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അവർക്ക് സാധാരണയായി ഒരു യൂട്രസിനകത്തെ എൻഡോമെട്രിയം എന്ന് പറഞ്ഞ ലൈനിങ്ങിൽ നിന്നും ഒരു ടെസ്റ്റ് എടുക്കുകയും അതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ, ക്യാൻസർ ആവാനുള്ള സാധ്യതകളോ ഏർലി ചേഞ്ചസോ കാണുകയാണെങ്കിൽ ഓപ്പറേഷൻ വേണ്ടി വരാം. അമിത രക്തസ്രാവം ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ട്. ഗർഭപാത്രത്തിൽ ഉണ്ടാവുന്ന മുഴകൾ ഒന്നാണ്. പിന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ഹോർമോണുകളുടെ വേരിയേഷൻസ് കാരണം, യൂട്രസിനകത്ത് ചെറിയ തടിപ്പുകൾ, പോളിപ്പ് എന്നിവ കാരണം അമിത രക്തസ്രാവം ഉണ്ടാവാം. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോർമോണൽ വേരിയേഷൻസ് കാരണം PCOD പോലുള്ള അസുഖങ്ങൾ വരാം. അത് സാധാരണ യങ്ങറായിട്ടുള്ള സ്ത്രീകളിലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് വരാം അമിത രക്തസ്രാവം. കൂടാതെ ക്യാൻസർ പോലുള്ള കൂടുതൽ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളുടെ ലക്ഷണം ആയും അമിത രക്തസ്രാവം ഉണ്ടാവാം. അമിത രക്തസ്രാവമായ ഒരു സ്ത്രീ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് അവരുടെ രക്തസ്രാവത്തിൻ്റെ കാരണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും ആദ്യം ചെയ്യുന്നത് അവരിൽ നിന്നും പ്രോപ്പറായിട്ടുള്ള ഹിസ്റ്ററി എടുക്കുക. എത്ര നാളായിട്ടുണ്ട്, എത്ര ഡ്യൂറേഷനാണ്, അവരുടെ പ്രായം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ രക്തസ്രാവത്തിൻ്റെ കൂടെ വേദന ഉണ്ടോ, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾക്ക് എന്താണ് ഇതിൻ്റെ കാരണമെന്ന് കുറച്ചൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ അവരെ എക്സാമിനേഷന് വിധേയമാക്കും. ചെയ്യുന്നത് മെയിൻലി ഒരു ജനറൽ എക്സാമിനേഷൻ, അവരുടെ വയർ എക്സാമിൻ ചെയ്യും. മാത്രമല്ല ഒരു സ്പെക്കുലം എക്സാമിനേഷനും കൂടി ചെയ്യും, വജൈനൽ എക്സാമിനേഷൻ. ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലൂ കിട്ടും എന്താണ് ഈ രക്തസ്രാവത്തിന് കാരണമെന്ന്. എക്സാമിനേഷൻ പോലെ തന്നെ നമ്മൾ ഗൈനക്കോളജിയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അൾട്രാസൗണ്ട് സ്കാനിങ്. സ്കാനിങ് ഇല്ലാതെ ഒട്ടുമിക്ക ഡയഗ്നോസിസുകളും ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ സ്കാനിങ്ങിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നത് എന്തെങ്കിലും കാരണമുണ്ടോ. സ്റ്റാർട്ടിങ് ഫ്രം ഈ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള കാരണം യൂട്രസിൻ്റെ ലൈനിങ്ങിൽ നിന്നുമുള്ള, യൂട്രസിൻ്റെ പല ഭാഗങ്ങളാണുള്ളത്. യൂട്രസിൻ്റെ ഭിത്തി, യൂട്രസിനകത്തുള്ള ലൈനിങ് എന്ന് പറയുന്നത്, എൻഡോമെട്രിയം എന്നുള്ള പറയുന്ന ലൈനിങ്, ഇതെല്ലാം യൂട്രസിൻ്റെ ഭാഗമാണ്. യൂട്രസിൻ്റെ ലൈനിങ്ങിൽ തിക്നെസ് കൂടുതലുണ്ടാവുന്നത് സ്കാനിൽ കണ്ടുപിടിക്കാവുന്നൊരു കാര്യമാണ്. അത് മിക്കപ്പോഴും ഉണ്ടാവുന്നത് ഹോർമോണൽ വേരിയേഷൻസ് വരുമ്പോഴാണ്. അത് പല ഏജിലും പല കാരണങ്ങൾ കൊണ്ടാണ്. വളരെ യങ് ആയിട്ടുള്ള സ്ത്രീകൾക്കാണെങ്കിൽ PCOD പോലെയുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഒരു മിഡിൽ ഏജിൽ വരുമ്പോൾ പെരിമെനോപോസ്, മാസമുറ നിൽക്കാറാവുന്ന സമയത്തുള്ള ഹോർമോണൽ വേരിയേഷൻസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഒരു മെനോപോസൽ ഏജ് അല്ലെങ്കിൽ
പോസ്റ്റ് മെനോപോസ് മാസമുറ നിന്നതിന് ശേഷം ബ്ലീഡിങ് ഉണ്ടാകുമ്പോഴും യൂട്രസിനകത്തുള്ള ലൈനിങ്ങിൽ തിക്നെസ് വരുമ്പോഴും അത് ഒരു ക്യാൻസർ ആവുന്നതോ ക്യാൻസർ തന്നെയോ ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇത് കൂടാതെ സ്കാനിങ്ങിൽ നമുക്ക് കാണാവുന്നത് യൂട്രസിൻ്റെ ഭിത്തിയിൽ നിന്നുണ്ടാകുന്ന മുഴകളാണ്. അതിന് ഫൈബ്രോയിഡ്സ് എന്ന് പറയും. പല പല പൊസിഷൻസിൽ ഫൈബ്രോയിഡുകൾ ഉണ്ടാകും. യൂട്രസിൻ്റെ ഭിത്തിയുടെ പുറമേയുള്ള ഫൈബ്രോയിഡ്സ് നമ്മൾ സബ്സീറസ് ഫൈബ്രോയിഡ് എന്ന് പറയും. അത് സാധാരണ ബ്ലീഡിങ് വേറെ സിംറ്റംസോ ഒന്നും ഉണ്ടാക്കാറില്ല. യൂട്രസിൻ്റെ ഭിത്തിക്ക് അകത്തുണ്ടാകുന്ന ഫൈബ്രോയിഡ്, ഉള്ളിലേക്ക് വളർന്ന ഫൈബ്രോയിഡ്സും ആണ് യൂഷ്വലി ബ്ലീഡിങ്ങിന് കാരണം ആവുന്നത്. ഫൈബ്രോയിഡ്സ് നമ്മൾ ഒരു സ്കാൻ ചെയ്ത പല സ്ത്രീകൾക്കും ഫൈബ്രോയിഡ്സ് കാണുമെങ്കിലും ഇതെല്ലാം ട്രീറ്റ് ചെയ്യണമെന്ന് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂട്രസിന് വെളിയിലേക്ക് വളരുന്നൊരു ഫൈബ്രോയിഡ് ആണെങ്കിൽ അത് വളരെ വലുതാണെങ്കിൽ പോലും അതിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. അത് ഒരു ഏജ് കഴിഞ്ഞാൽ മെനോപോസ് ആകുമ്പോഴേക്കും അത് ചുരുങ്ങി പോവുകയും അതിന് യാതൊരുവിധ ട്രീറ്റ്മെൻറ്റ് ആവശ്യം വരുന്നില്ല. പക്ഷേ യൂട്രസിൻ്റെ അകത്തേക്ക് വളർന്ന ഫൈബ്രോയിഡ്സാണ് സാധാരണ ബ്ലീഡിങ് ഉണ്ടാക്കാറ്. അത് വളരെ ചെറുതാണെങ്കിൽ പോലും നമുക്ക് സർജറി ചെയ്ത് റിമൂവ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. ഈ സർജറി ഐദർ പ്രായം കൂടിയ സ്ത്രീകളാണ്, ഒരു 45 മുകളിലുള്ള സ്ത്രീകളാണെങ്കിൽ നമ്മൾ സാധാരണ ഹിസ്റ്ററക്ടമി ആണ് ചെയ്യാറ്. യങ് ആയിട്ടുള്ള കുറച്ചുകൂടി പ്രായം കുറഞ്ഞ സ്ത്രീകളോ യൂട്രസ് റീറ്റെയിൻ ചെയ്യണമെന്ന് ആവശ്യമുള്ളവരോ ഐദർ ഗർഭധാരണത്തിനോ അല്ലെങ്കിൽ അല്ലാതെയോ, ഇപ്പോൾ ഒട്ടുമിക്ക സ്ത്രീകൾക്കും അവരുടെ യൂട്രസ് റീറ്റെയിൻ ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അപ്പോൾ അവർക്ക് ചെയ്യുന്ന ഓപ്പറേഷനാണ് മയോമെക്ടമി എന്ന് പറയുന്നത്. അമിത രക്തസ്രാവം എന്നുള്ള പ്രശ്നം ഏത് ഏജ് ഗ്രൂപ്പിലും വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏർലിയർ യങ്ങർ ഏജ് ആണെങ്കിൽ അതിന് കാരണങ്ങൾ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഏത് ഏജ് ഗ്രൂപ്പിലും വരാം. യൂട്രസിലുള്ള മുഴകൾ യൂഷ്വലി സാധാരണ കാണാറ് ഒരു 35 above 35 കൂടുതലുള്ള സ്ത്രീകൾക്കാണ്. വളരെ ചെറുപ്പമുള്ള സ്ത്രീകളിലും ചിലപ്പോൾ കാണാറുണ്ട്, പക്ഷെ ചുരുക്കമാണത്. സാധാരണ ഒരു 40 above ഉള്ള സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ഗർഭപാത്രം നീക്കം ചെയ്യാൻ ആയി കൺവെൻഷണൽ ആയിട്ടുള്ള സാധാരണ ലാപ്രോട്ടമി എന്ന് പറയും. വലിയൊരു മുറിവുണ്ടാക്കി യൂട്രസ് ആ മുറിവിൽ കൂടെ റിമൂവ് ചെയ്യുന്നതാണ് കൺവെൻഷണൽ ലാപ്രോട്ടമി എന്ന് പറയുന്ന ശസ്ത്രക്രിയ. പക്ഷേ ഇപ്പോൾ വളരെ ചുരുക്കമേ അത് ആവശ്യം വരാറുള്ളൂ. ചുരുക്കമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്പറേഷൻ ഇപ്പോൾ ചെയ്യേണ്ടി തന്നെ വരാറില്ല. എന്തുകൊണ്ടെന്നാൽ കീഹോൾ ശസ്ത്രക്രിയ എന്ന് പറയുന്ന നൂതനമായൊരു ടെക്നിക്ക് ഇപ്പോൾ ഉണ്ട്. എത്ര വലിയ മുഴകളാണെങ്കിലും കീഹോളിൽ കൂടെയാണ് ഇപ്പോൾ സാധാരണ റിമൂവ് ചെയ്യാറ്. ഈ കൺവെൻഷണൽ സർജറിയും കീഹോൾ ശസ്ത്രക്രിയയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നിരവധി ബെനിഫിറ്റ്സ് കീഹോൾ ശസ്ത്രക്രിയയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡോക്ടർമാരും രോഗികളും ഇപ്പോൾ കൂടുതലായി ഓപ്റ്റ് ചെയ്യുന്നത് കീഹോൾ ശസ്ത്രക്രിയയാണ്. ഈ ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ മുറിവുകൾ, 3-4 ചെറിയ മുറിവുകൾ ഉണ്ടാക്കി നീളമുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് വയറിനകത്തേക്ക് കടത്തിവിട്ട് സർജറി ചെയ്യുന്നതിനാണ് ലാപ്രോസ്കോപ്പിക് സർജറി അഥവാ കീഹോൾ സർജറി എന്ന് പറയുന്നത്. ഈ മുറിവുകൾ വളരെ ചെറുത് എന്ന് പറയാം, ഒരു 1/2 സെൻറ്റിമീറ്ററോ 1 സെൻറ്റിമീറ്ററോ ഉള്ള മുറിവുകളാണ് വയറിലുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു ഓപ്പറേഷന് ശേഷം രോഗിക്ക് വേദന ഉണ്ടാകാനുള്ള കാരണം തന്നെ വയറിലെ മുറിവുകളാണ്. ഈ മുറിവുകൾ വളരെ ചെറുതാവുന്നതുകൊണ്ട് തന്നെ വേദന ഒട്ടും തന്നെ ഉണ്ടാവുന്നില്ല. എത്ര മേജർ, ഇപ്പോൾ ഹിസ്റ്ററക്ടമി എന്ന് പറയുന്ന ഒരു മേജർ സർജറി ചെയ്താൽ പോലും രോഗിക്ക് അന്ന് വൈകുന്നേരം തന്നെ എഴുന്നേറ്റ് നടക്കാനും സാധാരണ ഭക്ഷണം കഴിക്കാനും പിറ്റേ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോകാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. കൺവെൻഷണൽ സർജറി കമ്പയർ ചെയ്യുമ്പോൾ കീഹോൾ സർജറിക്ക് ആക്ച്വലി ഡിസഡ്വാൻറ്റേജുകളൊന്നുമില്ല. ഒരു വലിയ മുറിവുണ്ടാക്കിയൊരു സർജറി ചെയ്യുമ്പോൾ സാധാരണ ഒരു 1-1.5 മാസമാണ് റെസ്റ്റ് പറയാറ്, ഒരു റീകൂപ്പറേഷന് വേണ്ടിയിട്ട്. ആ റെസ്റ്റ് തന്നെ ചിലപ്പോൾ നമ്മൾക്ക് കൂടുതൽ വണ്ണം വെക്കാനും നമ്മളുടെ മസിൽസും കാര്യങ്ങളും എപ്പോഴും റെസ്റ്റ് എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ, കൂടുതൽ റെസ്റ്റ് എടുക്കുന്നത് തന്നെ നല്ലതല്ല. അപ്പോൾ ഈ നടുവേദന അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടുതലുണ്ടാകുന്നത് തുറന്നു ചെയ്യുന്ന ഓപ്പറേഷന് ശേഷമാണ്. നമ്മളിപ്പോൾ കൂടുതൽ ശ്രമിക്കാറ് ഹിസ്റ്ററക്ടമി എന്നുള്ള സർജറി അവോയ്ഡ് ചെയ്യാനാണ്. എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്കത് അവോയ്ഡ് ചെയ്യാം, വേറെ എന്തെങ്കിലും ചികിത്സാ മാർഗ്ഗങ്ങളുണ്ടെങ്കിൽ നമ്മളതാണ് ചെയ്യാൻ ശ്രമിക്കാറ്. ഗർഭാശയം ഒരു ഗർഭധാരണത്തിനുള്ള ഒരു ഓർഗനാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് കൂടാതെ ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫങ്ഷൻ ഒരു സ്ത്രീയുടെ ശരീരത്തിലുണ്ട്. യൂട്രസും ഓവറീസും, 2 ഓവറീസുമാണ് ഫീമെയിൽ ഓർഗൻസ് എന്ന് പറയുന്നത്. ഈ അണ്ഡാശയങ്ങളിൽ നിന്നുണ്ടാകുന്ന ഹോർമോൺസ്, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺസാണ്
സ്ത്രീയുടെ പല മെറ്റബോളിക് ഫങ്ഷനും വളരെ പ്രധാനമായി ഉണ്ടാകുന്നത്. ഈ ഹിസ്റ്ററക്ടമി കഴിയുമ്പോൾ ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ അണ്ഡാശയങ്ങളുടെ ഫങ്ഷനും ചിലപ്പോൾ കുറയുകയും നിന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നേരത്തെ ഒരു 40 ഏർലി 40s ഹിസ്റ്ററക്ടം ചെയ്യപ്പെടുന്നൊരു സ്ത്രീയാണെങ്കിൽ ഒരു ഏർലി മെനോപോസ്, സർജിക്കൽ മെനോപോസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഹോർമോണൽ വേരിയേഷൻസ് ഉണ്ടാകാനുള്ളതും ഈ സാധ്യതകളും, പിന്നെ എല്ലിന് ബലക്ഷയം, മൂഡ് ചേഞ്ചസ്, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അത് പക്ഷെ വളരെ കോമണായി ഒരു 45 ഇയേഴ്സിന് ശേഷം ഒരു ഹിസ്റ്ററക്ടമി ചെയ്യുന്ന സ്ത്രീക്ക് അത്ര കോമൺ ആയിട്ട് കാണാറില്ല. എന്നാലും വളരെ ചുരുക്കം സ്ത്രീകൾക്ക് കാണാറുണ്ട്. ഇതിന് പരിഹാരമായിട്ട് നമ്മൾ പറയാറ് സാധാരണ ഒരു ഹിസ്റ്ററക്ടമി കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ലിവിങ്, ഒരു ഹെൽത്തി ഡയറ്റ്, ലൈഫ് സ്റ്റൈൽ, റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്, പിന്നെ ആവശ്യത്തിന് സപ്ലിമെൻറ്റ്സ്, വൈറ്റമിൻസ്, കാൽഷ്യം എന്നിവ സപ്ലിമെൻറ്റ്സ് എടുക്കുക എന്നുള്ളതാണ് ഒരു പരിധിവരെ ഇതിനൊരു പരിഹാരം. ചുരുക്കം ചില സ്ത്രീകൾക്ക് ഈ ഹോർമോണിൻ്റെ വേരിയേഷൻസ് ഓവർകം ചെയ്യാൻ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്ന് പറഞ്ഞ ചികിത്സ ആവശ്യം വരാറുണ്ട്. ഒരു ഹിസ്റ്ററക്ടമി ആവശ്യം വരുന്നൊരു സ്ത്രീക്ക് ഇപ്പോൾ ഏറ്റവും നല്ലൊരു മാർഗം ലാപ്രോസ്കോപ്പിക് ഹിസ്റ്ററക്ടമി തന്നെയാണ്. Meditales. Do like, share and subscribe to Meditales. Follow us on Facebook, Instagram, WhatsApp, Threads and X.